ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഏകദേശം 1/2 കിലോമീറ്റർ പോയാൽ ഒരു അമ്പലമുണ്ട്. അത് കഴിഞ്ഞ് ഇടത്തോട്ടൊരു വഴി കാണാം. അതിലെ നേരെ അങ്ങ് പോയാൽ മതി. ചെന്ന് നിൽക്കുന്നവരുടെ ഉമ്മറത്താ. ആ, താങ്ക് യു ഏട്ടാ, താങ്ക് യു. സാറോടുന്ന ഞാൻ സിറ്റിയിൽ നിന്നാ. ആ, ശരി, ആയിക്കോട്ടെ. പൂർണ്ണ സന്തോഷത്തിലാവും ഞാൻ പോകുന്നത്. എല്ലാവർക്കും സന്തോഷം കൊടുത്തോണ്ട് തന്നെ പോണം. എനിക്കത് അംഗീകരിച്ചു തരാൻ പറ്റില്ല. ജീവിച്ച് തീർത്തവരാ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത്. അല്ല മാഡം, ഭക്തി ഒരു ജീവിത രീതിയാ. എത്രയോ പേര് ഭഗവാനെ ഉപാസിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് എന്നെ എത്തിക്കാൻ ഫിദ മാഡം തയ്യാറല്ലെങ്കിൽ എനിക്ക് സ്വയം ഒരു തീരുമാനം എടുക്കേണ്ടി വരും. ഞാൻ പോവും മാഡം. കുറച്ചു കാലം ഞാൻ അവിടെ നിൽക്കട്ടെ. എന്നിട്ട് ഞാൻ മാഡത്തിനോട് പറയാം. നീ എവിടെയും പൊരുത്തപ്പെടുമെന്ന് എനിക്കറിയാം. അതിനുള്ള മനോബലവും നിനക്കുണ്ട്. പക്ഷേ മകള് സന്യാസത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഒരമ്മയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റണ്ടേ? സമ്മതിക്കണം, അനുഗ്രഹിക്കണം. അല്ലെങ്കിൽ നാളെ വലിയൊരു തെറ്റുകാരുടെ തലച്ചുമടുമായിട്ട് അമ്മയുടെ മുൻപിൽ എനിക്ക് നിൽക്കേണ്ടി വരും. ദയവായിട്ട് ഞാൻ പറയുന്ന കേൾക്കമ്മേ. ഒരുപാട് കാലം എന്റെ മോളെ ഇങ്ങനെ മാറ്റി നിർത്താൻ എനിക്ക് പറ്റില്ല. പക്ഷേ ഒരർത്ഥത്തിൽ ഐശ്വര്യയുടെ മുന്നിൽ നിന്ന് അവളെ മാറ്റി നിർത്താൻ ഇതാണ് മാർഗം. ശ്യാമയ്ക്ക് നല്ല പിടിപാടുള്ളൊരു കൃഷ്ണാശ്രമമുണ്ട്. അവിടുത്തെ അന്തരീക്ഷം വളരെ നല്ലതാണ്. എങ്കിൽ പിന്നെ അങ്ങോട്ട് പോയാലോ? ഞാൻ ഇങ്ങോട്ട് പോയാലും ശ്യാമ മേഡത്തിന്റെ നിഴൽ അവിടെ ഉണ്ടല്ലേ? എനിക്കൊരു തണല് പോലെ ഉണ്ട്. ശ്യാമ നിനക്ക് തണലൊരുക്കിക്കൊണ്ടേയിരിക്കും, നീ എവിടെ ആയാലും. പക്ഷേ കുറച്ചു കാലത്തേക്ക് അങ്ങനെ മുഴു മനസ്സ് കരുതാവൂ. ബാക്കിയെല്ലാം അത് കഴിഞ്ഞ് തീരുമാനിക്കാം നമുക്ക്. ശരി, എങ്കിൽ നമുക്കിപ്പോ തന്നെ ഇറങ്ങാം. ചേട്ടാ, എന്താ? ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പുതുതായിട്ട് ഒരു സ്ത്രീയും മകളും താമസം വന്നിട്ടുണ്ടോ? ഇവിടെയോ? കണ്ടാ പെട്ടെന്ന് തിരിച്ചറിയാം. പറുതയിട്ട ഒരു സ്ത്രീയും മകളുമാണ്. പറുതയിട്ട സ്ത്രീയോ? ആ, അങ്ങനെ ആരും ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്താണ് മോന? ഇവിടെ അടുത്തേ പറുതയിട്ടൊരു സ്ത്രീയും മോളും താമസിക്കുന്നുണ്ടോന്നാ സാറ് ചോദിക്കുന്നത്. ആ, ഉണ്ടല്ലോ. ചേട്ടനറിയോ? എനിക്ക് പരിചയമൊന്നുമില്ല. അറുതായിട്ടൊരു പെണ്ണും ഒരു പെൺകുട്ടിയും കൂടെ 2-3 ദിവസമായിട്ട് ഇതിലേക്ക് നടക്കുന്നത് ഞാൻ കണ്ടു. ഒരു ദിവസം വഞ്ചി കയറി പോകുന്നത് ഞാൻ കണ്ടു. ചേട്ടാ, അവരെവിടെ താമസിക്കുന്നത് അറിയോ? കുറച്ചപ്പുറത്ത് ഗായിക ശ്യാമയ്ക്ക് ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അവിടെ അവർ താമസിക്കുന്നെന്ന് തോന്നുന്നു. ആ, അതെ അതെ അതെ, അത് തന്നെയാ. ചേട്ടാ, അവിടേക്കുള്ള വഴി അതെന്നറിയോ? ഇവിടുന്ന് കുറച്ച് മുമ്പോട്ട് പോകണം സാറേ. ഏകദേശം 1/2 കിലോമീറ്റർ പോയാൽ ഒരു അമ്പലമുണ്ട്. അത് കഴിഞ്ഞ് ഇടത്തോട്ടൊരു വഴി കാണാം. അതിലെ നേരെ അങ്ങ് പോയാൽ മതി. ചെന്ന് നിൽക്കുന്നവരുടെ ഉമ്മറത്താ. ആ, താങ്ക് യു ഏട്ടാ, താങ്ക് യു. സാറോടുന്ന ഞാൻ സിറ്റിയിൽ നിന്നാ. ആ, ശരി, ആയിക്കോട്ടെ. ചോദ്യം കേട്ടിട്ട് പോലീസോ മറ്റാണോ? ആരായാലും നമുക്കെന്താ, നമുക്കറിയാവുന്ന കാര്യമില്ലേ പറഞ്ഞോളൂ.
മോളെന്താ ആലോചിക്കുന്നത്? തീരുമാനം കടുത്തുപോയെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല മാഡം, എന്റെ തീരുമാനം ഒന്നുകൂടി കടുപ്പിക്കാൻ നോക്കുക. ഇനിയൊരു മാറ്റമില്ലാതെ നോക്കാൻ. നമ്മുടെ ജീവിതം നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. ജീവിതം ഒരു ഒഴുക്ക. അതങ്ങനെ പല സ്ഥലത്തും തട്ടിയും തടഞ്ഞും പോയിക്കൊണ്ടിരിക്കും. ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ നിൽക്കും. അത് ശാശ്വതമാണെന്ന് നമ്മൾ കരുതും. പക്ഷേ ഒഴുക്ക് സത്യമാണ്. അത് വീണ്ടും തുടരും. അല്ല, അവരെ കണ്ടില്ലല്ലോ, രാമേട്ടനും ജയന്തേച്ചിയും. ആ, അവരെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. പിന്നീട് ഒരിക്കൽ വന്ന് നമുക്ക് കാണുകയും ചെയ്യാം. ഇപ്പോ നമുക്കിറങ്ങിയാലോ? മാഡം പറഞ്ഞ പോലെ തട്ടിത്തടഞ്ഞു നിന്ന ജീവിതം പിന്നെ വലിയൊരു ഒഴുക്കൊഴുകാൻ പോകുന്നു. പുതിയൊരു ലോകത്തേക്ക്, അല്ലേ മാഡം? നോക്കാം, നമുക്ക് പോവാം.